യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമായിരുന്നു. അതിൽ നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് അബ്രഹാം ഒരിക്കലും ഒരു വിശ്വാസ വീരനായിട്ട് ജനിച്ചവനല്ല, മറിച്ച് ഓരോ ദിവസവും ദൈവത്തോടുള്ള അനുസരണത്തിലും വിശ്വാസത്തിലും വളർന്നു വന്നതായ ഒരു വ്യക്തിയാണ്. ദൈവം മുമ്പാകെ അബ്രഹാം വളർന്നു. അത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് അവൻ വളർന്നു വന്നത്. നമ്മളും അതേപോലെ തന്നെ വിശ്വാസത്തിൽ വളർന്നു വരണം. ഇന്നലെ നമുക്ക് ദൈവത്തോട് ഉണ്ടായിരുന്ന വിശ്വാസമല്ല ഇന്ന് നമുക്കുണ്ടാകേണ്ടത്. കൂടുതൽ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഇന്നലകളിൽ ദൈവത്തോടുണ്ടായിരുന്ന വിശ്വാസം തന്നെയാണോ ഇന്ന് നിങ്ങൾക്കുള്ളത്? അതോ നിങ്ങൾക്ക് അത് വർദ്ധിച്ചു വന്നിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നലെ ഉണ്ടായിരുന്ന ആ വിശ്വാസമല്ല ഇന്നുണ്ടാകേണ്ടത്. ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ വളരുന്നതായ, കൂടുതൽ വളർച്ച പ്രാപിച്ചതായ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. അതിന് എന്താണ് നമുക്ക് ആവശ്യം? അത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞില്ലേ, ഗുരു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാൻ പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും. ഈ കാട്ടത്തിയോട് നീങ്ങി കടലിൽ നട്ടുപോകാന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും എന്നൊക്കെയല്ലേ യേശു പറഞ്ഞത്. അപ്പോൾ വിശ്വാസത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നുമാണ് നമ്മൾ വളരേണ്ടത്. നോക്കൂ, ദൈവത്തിന്റെ വചനം എന്താണെന്ന് പറയുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്നുള്ളത്. അതെ, നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനത്തിൽ നിന്ന് കൂടുതൽ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ വിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഇവിടെ അബ്രഹാമിന് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വചനവുമില്ല, മറിച്ച് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ദൈവശബ്ദം കേട്ട് ദൈവത്തിൽ നിന്ന് കേൾക്കാനുള്ള കൊതിയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ ജീവിച്ച ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്രഹാമിന്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം ദർശനങ്ങളിലൂടെ അവനോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നോക്കൂ, ഇന്ന് നമുക്ക് എല്ലാവരുടെ കയ്യിൽ വിശുദ്ധ വേദപുസ്തകമുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ ദൈവത്തിന് നമ്മളോട് ദർശനങ്ങളിലൂടെയോ അല്ലെങ്കിൽ വെളിപ്പാടുകളിലൂടെയോ സംസാരിക്കേണ്ട അത്യാവശ്യങ്ങളില്ല. എന്നാൽ നമുക്ക് ലഭിച്ചതായ ദൈവവചനത്തെ നമുക്ക് വായിക്കാനും ദൈവവചനത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കാനും അത് വിശ്വസിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചു വരാനിടയായിത്തീരും. അതേപോലെ തന്നെയാണ് വിശ്വാസത്തിന് അനുപ്രേരകമായി വിശ്വാസം ആവശ്യപ്പെടുന്നതായ പ്രവൃത്തികളും നമ്മൾ ചെയ്യുമ്പോഴാണ് ആ വിശ്വാസം പൂർണ്ണമായിട്ടും നമ്മളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത വെളിപ്പെടണമെങ്കിൽ വിശ്വാസം ആവശ്യപ്പെടുന്നതായ പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ എന്താണ് ദൈവം വിശ്വാസത്തിലൂടെ അതേ അബ്രഹാം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത്? അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എന്നിട്ട് ആ വിളിയോട് ചേർന്ന് ദൈവം കൊടുക്കുന്ന പ്രോമിസസ് ആണ്. അതാണ് നമുക്ക് 2-ാം വാക്യം മുതൽ കാണുവാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വിളിയോട് കൂടിയുള്ള വാഗ്ദത്തങ്ങൾ. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബ്രഹാമിന്റെ വിശ്വാസത്തെക്കാൾ വലുതാണ് ദൈവം അവന് കൊടുക്കുന്നതായ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത്. അതിനർത്ഥം അബ്രഹാമിന്റെ വിശ്വാസം ചെറുതായിരുന്നു എന്നുള്ളതല്ല, മറിച്ച് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുവാൻ അബ്രഹാമിനെ ദൈവം പ്രേരിപ്പിക്കുന്നു. അവന്റെ വിശ്വാസത്തിന് അനുസരിച്ചുള്ളതായ അതേ ആ വിശ്വാസത്തിന് പ്രേരകമായ അതേ അനുഗ്രഹങ്ങളാണ്, പ്രോമിസസ് ആണ് ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത്. നോക്കൂ, ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ ഫോർനോളജി, ദൈവത്തിന്റെ മുന്നറിവിലാണ് ഈ പ്രോമിസസ് എല്ലാം ദൈവം കൊടുക്കുന്നത്. നോക്കൂ, നമുക്ക് പുതിയ നിയമപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ താലന്തുകളുടെ ഉപമ. അവിടെ ദൂരദേശത്തേക്ക് പോകുന്നതായ യജമാനൻ തന്റെ ദാസന്മാരെ വിളിച്ചിട്ട് താലന്തുകളെ അവരുടെ ഇടയിൽ വിതരണം ചെയ്തു. ഒരുവന് 5 കൊടുത്തു, ഒരുവന് 2 കൊടുത്തു, ഒരുവന് 1 കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ കാരണം എന്താ? ആ യജമാനന് ഈ ദാസന്മാരെ കുറിച്ചുള്ള അറിവാണ്. ഞാൻ ചിന്തിക്കുന്നില്ല ഒരിക്കലും ആ അറിവ് ഈ ദാസന്മാരോട് പറഞ്ഞു എന്നുള്ളത്. പക്ഷെ അവന്റെ പ്രവൃത്തിയിലൂടെ ആ ഒരു യജമാനന്റെ മുന്നറിവ് അവിടെ പ്രകടമായി തീർന്നു. ആ പ്രവൃത്തിയിലൂടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അവിടെ യേശു തന്നെ പറയുന്നുണ്ട്, ആ യജമാനൻ
അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് എത്രയെ കൊടുത്തത്. ആ പ്രാപ്തിയെക്കുറിച്ചുള്ള മുന്നറിവ് ആ യജമാനന് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ലഭിച്ചവന് അത് അത്രത്തോളം വ്യാപാരം ചെയ്യാൻ കഴിയുമെന്ന് ആ യജമാനൻ അറിയാമായിരുന്നു. 5 ലഭിച്ചവനും അതേപോലെ തന്നെ കൈകാര്യം ചെയ്യാനോ വ്യാപാരം ചെയ്യാനുള്ള പ്രാപ്തിയുണ്ടെന്ന് ആ യജമാനൻ അറിയാമായിരുന്നു. പക്ഷെ 1 ലഭിച്ചവന് പ്രാപ്തി രാഹിത്യമുണ്ടെന്നുള്ളത് യജമാനന് നല്ലവണ്ണം അറിയാമായിരുന്നു. പക്ഷെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ഈ 3 ദാസന്മാർക്കും കൊടുത്തു എന്നുള്ളതാണ്. അതായത് 3 പേരോടും കണക്ക് ചോദിക്കും. ആ 1 ലഭിച്ചവന് ഒരു പക്ഷേ ഇങ്ങനെ ചോദിക്കാന്നിരിക്കട്ടെ, യജമാനനെ, നിനക്കറിയാമായിരുന്നല്ലോ ഞാനൊരു നിർഗുണദാസനാണെന്നുള്ളത്, ഞാനൊന്നും വിശ്വസ്തയോട് ചെയ്യത്തില്ലെന്ന് നിനക്കറിയാമായിരുന്നല്ലോ, പിന്നെ എനിക്ക് എന്തിനാണ് ഈ താലന്തുകളെ തന്നത്? അപ്പോൾ യജമാനൻ പറയും, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിനക്ക് താലന്തുകളെ തന്നതിന്റെ കാരണം നീ എൻ്റെ ഭവനത്തിലെ ദാസനായതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ദൈവഭവനത്തിലെ മക്കളാണ്, ദാസന്മാരാണ്. അതേ, നമ്മൾ സെർവ് ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ദൈവസഭയിലുള്ള അതേ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയോടും ദൈവം കണക്ക് ചോദിക്കും. അത് 1 ആണെങ്കിലും 2 ആണെങ്കിലും 5 ആണെങ്കിലും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത്, ദൈവം നമുക്ക് പ്രോമിസസ് നൽകുന്നു, വാഗ്ദത്തങ്ങൾ നൽകുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. അതിൽ 1-ാമത്തെ വാഗ്ദത്തമായി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഐ വിൽ മേക്ക് യു എ നേഷൻ. നോക്കൂ, ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ഏതാനും ചില അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, ഐ വിൽ മേക്ക് യു, ഐ വിൽ, ഞാൻ ചെയ്യും. അതിനർത്ഥം ദൈവത്തിന്റെ പൂർണ്ണ ദൃഢനിശ്ചയമാണ്. അതായത് അബ്രാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഫോർ നോളജിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കി തീർക്കും. ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്, പിന്നെ എന്താണ് ദൈവം എന്നോട് ഈ ഫോർ നോളജ്, ഈ മുന്നറിവ് കാണിക്കാത്തത്? ഈ ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറയുന്നത് നമ്മൾ എന്തായി തീരും എന്നുള്ളത് ദൈവത്തിന്റെ മുന്നറിവിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ ആ മുന്നറിവിൽപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പരാജയമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ വിജയമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ വീഴ്ചയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഉയർച്ചയായിരിക്കാം. പക്ഷെ ഓരോരുത്തരോടും ദൈവം തൻ്റെ ദാസന്മാരെ അയച്ചും തൻ്റെ വചനത്തിലൂടെയും നമ്മൾ ദൈവം ഉദ്ദേശിച്ചതുപോലെ വരുവാൻ തക്കവണ്ണമായി ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. നോക്കൂ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനേക ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ആദമും ഹവയും ആ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുമെന്ന് ദൈവത്തിന് ഫോർ നോളജ് ഉണ്ടായിരുന്നെങ്കിൽ അവരെ ദൈവത്തിന് തടയാമായിരുന്നില്ലേ? ഈ ഒരു ചോദ്യത്തിന് ഞാൻ പലപ്പോഴും കൊടുക്കുന്ന ഉത്തരം ഇതാണ്, ദൈവം തടഞ്ഞു. എങ്ങനെ തടഞ്ഞു? ദൈവം പറഞ്ഞു, നിങ്ങൾ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. പിന്നെ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് അവരുടെ കയ്യെ പിടിച്ച് വലിക്കണമായിരുന്നു. അവർ ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ പോകാൻ നേരം അവരെ അടിച്ച് നിലത്തിടണമായിരുന്നൊക്കെയാണ് ഒരുപക്ഷെ അനേക ആളുകളും പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം മനുഷ്യന്റെ ഇച്ഛ, വിൽ, അത് ദൈവം മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നു, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, തിന്നണമോ വേണ്ടയോ. പക്ഷെ ദൈവം വാൺ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ തിന്നരുത്. പലപ്പോഴും മനുഷ്യർക്ക് വചനം ഏറ്റെടുക്കുവാൻ താല്പര്യമില്ല. എന്നാൽ അവർ ആഗ്രഹിക്കുന്നത് ദൈവം അവരെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നടത്തണമെന്നുള്ളതാണ്, ശിക്ഷിക്കണമെന്നുള്ളതാണ്, അടിക്കണമെന്നുള്ളതാണ്. എന്നൊക്കെയല്ലേ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം അന്നും ഇന്നും ഇടപെടുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെയധികം വചനത്തിൽ ജാഗരൂകരായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. ദൈവം ഇന്ന് ആരെയും കൈക്ക് പിടിച്ച് അവരെ അനുസരിപ്പിക്കുന്നില്ല. ഇന്ന് ദൈവം ആരെയും മർദ്ദിച്ച് ദൈവം കൊണ്ടുപോകുന്നില്ല. മറിച്ച് തൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഇവിടെ അബ്രാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ധാരാളം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പക്ഷെ അടുത്ത ദിവസം ഞാൻ ഈ സന്ദേശത്തെ മാറ്റുകയാണ്. അടുത്ത ദിവസം ദൈവം അബ്രാമിന് കൊടുത്തതായ ഈ വാഗ്ദത്തങ്ങളെ കുറിച്ച് നമ്മൾ സവിസ്തരമായി സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാൻ കഴിയുമാറാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, നിന്റെ ഫോർ നോളജിൽ ഞങ്ങൾക്ക് ഉള്ളതായ അനുഗ്രഹങ്ങൾ അതുണ്ട്. അത് വാഗ്ദത്തമായി ഞങ്ങളോട് പറയുമ്പോൾ അത് വിശ്വസിക്കുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിനുപരി ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്യുവാൻ അബ്രാമിനെ പോലെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായി കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളുമായി പങ്കിടുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.